ഞാനൊരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്താണെന്ന് വെച്ചാൽ, പണ്ട് പണ്ട് പിന്നെ പിണറായിയല്ല, പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന് മുന്നേ ഉണ്ടായ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസം പ്രചരിപ്പിക്കരുത് എന്ന് പറയുന്ന ഒരു സമയമുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പ്രചരിപ്പിക്കരുത് എന്ന് പറയുന്ന ഒരു സമയം. ആ സമയം ഒളിവിലെല്ലാം നിൽക്കുന്ന സമയമൊക്കെയാണ്. അപ്പോൾ പാർട്ടിക്കാർ ഒളിവിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിലൊരു കമ്മ്യൂണിസ്റ്റിൻ്റെ നേതാവ് അന്നത്തെ കാലം ഒളിവിൽ നിൽക്കുന്നിടക്ക് പിന്നെ ആരെങ്കിലും വേണ്ടേ പെൺതുണികളൊക്കെ. അങ്ങനെ പെൺതുണിയൊക്കെ അവർ പിന്നെ അറിയാണ്ട് ഒളിവിലാണല്ലോ. അപ്പോൾ ആരാൻ്റെ വീട്ടിലെല്ലാം പോയി നിൽക്കുക. അപ്പോൾ ആടുന്ന് ഒരു ഇഷ്ടവും കാര്യമെല്ലാം ആയി. അങ്ങനെ പണ്ടത്തെ രാഷ്ട്രീയമല്ലേ. അപ്പോൾ അവിടുന്ന് പ്രേമെല്ലാമായി സല്ലപിച്ച് നോക്കുമ്പോൾ ആ സല്ലാപത്തിൽ അങ്ങ് പെണ്ണിൻ്റെ സാമാനം വരെ അങ്ങ് നക്കിപ്പോയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതുപടി ഓരോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല സംഭവം. പെണ്ണുങ്ങളെ സാമാനത്തിന് വീണിട്ട് സംഭവം കകാൻ തിരിയുന്നില്ല. കൈ വൃത്തിയാകണ്ടേ, ആളെ കൂട്ടത്തിൽ ഇറങ്ങണ്ടേ. അപ്പോൾ ആളെ കൂട്ടത്തിൽ ഇറങ്ങുമ്പോൾ അത് അന്നത്തെ കാലവും ശരിയായിട്ട് കകാൻ അറിയില്ല. ഏത് കാലമായാലും നാറും. അപ്പോൾ അന്ന് രാഷ്ട്രീയം പിന്നെ പ്രചരിപ്പിച്ച് അവർ രാഷ്ട്രീയത്തിനെ പിന്നെ അന്നത്തെ കാലം എന്ന് വെച്ചാൽ അവരെ തത്വചിന്താഗതി അങ്ങനെയാണ്. അവിടുന്ന് മുതലാണ് തത്വചിന്താഗതി ഉണ്ടാകുന്നത്. പോച്ചി നാക്കി തത്വചിന്താഗതി എന്ന് പറയും. കമ്മ്യൂണിസ്റ്റ് തത്വചിന്താഗതി എന്ന് വെച്ചാൽ പൊച്ചി നാക്കി പെണ്ണുങ്ങളെ സാമാനം നാക്കി തത്വചിന്താഗതിയാണ്. ആ ചിന്താഗതിയോട് ഇന്നത്തെ കാലവും അവർ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നു. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ കയറി ഇറങ്ങി അവർ ക്ഷേത്രങ്ങൾ മുടിച്ച് നാറാണക്കല്ല് കുത്തിക്കുന്നത്. അവരെ ചിന്താഗതി ഒരിക്കലും മാറൂല. അന്ധകാലം ഉണ്ടാക്കിയ തത്വചിന്താഗതിയാണ്. അത് ജനങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും അറിയില്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുമായിട്ട് മനുഷ്യന്മാർക്ക് ഒത്തുപോകാൻ കഴിയില്ല. സത്യം എന്ന് പറയുന്ന സാധനം അത് അവർ വിശ്വസിക്കൂല. അവരെ ദൈവം എന്ന് പറഞ്ഞാൽ മാക്കപ്പോതിയമ്മ, എള്ളിലെടുത്ത് കുണ്ണ, അങ്ങനത്തെ ദൈവങ്ങളാണ് അവരെ ദൈവം. പിന്നെ കുലുമാലി പവി അതെല്ലാം പൊച്ചി നാക്കി നേതാവാണ്. അവിടെ കണ്ടില്ലേ, ക്ഷേത്രം പൊളിച്ചാടിയിട്ട് ക്ഷേത്രം എടുക്കാണ്ട് അവരെ നേതാവാണ്. പിണറായിൻ്റെ നേതാവാണ് പവി. ഏതെങ്കിലും ഒരു വ്യക്തി പിന്നെ കുറച്ച് ബുദ്ധിയുള്ള ആളുകളാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു ഹൈവേ റോഡ് ഉണ്ടാക്കും. ഹൈവേ റോഡ് ഉണ്ടാക്കുന്നത് നിങ്ങളെല്ലാവരും കാണുന്നതല്ലേ. മറിച്ച് കേന്ദ്രം പൈസ തന്നിട്ട് വിചാരിച്ച് തോന്നിയ രീതിയിൽ ഹൈവേ റോഡ് ഉണ്ടാക്കിയ ഇപ്പം അല്ല ചെയ്ത്. ഹൈവേ റോഡെന്തോ പിന്നെ 1 കൊല്ലത്തേക്കോ 10 കൊല്ലത്തേക്കോ വേണ്ടുന്ന സാധനം കാറ്റാ. ഒരു സ്ഥലത്ത് ബൈലെല്ലാം നിർത്തിയിട്ടുണ്ടാവും, തൂടുമ്പൽ നിർത്തിയിട്ട് അങ്ങ് മാനത്ത് വെക്കുന്നു. കുന്നുള്ള അടുക്കെല്ലാം ഇടിച്ച് നിരത്തിയിട്ടുണ്ടാവും, താഴ്ത്തി വെക്കുന്നു. ഇതെന്താണ് ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് പ്ലെയിനങ്ങാറ്റ ഓട്ടേണ്ട സ്ഥലങ്ങാറ്റ. പിന്നെ എന്തിനാണോ വണ്ടിക്ക് ഗിയർ? ഒരു 100 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ റൂട്ടിലൂട്ട് ആൾക്ക് പോകാൻ കഴിയുക.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ കീശ വേർപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് തോന്നിയ പോലെ തന്തക്ക് പേർക്കാത്ത രീതിയിലുള്ള ഇടപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക്. അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ ഇടപെട്ടിട്ട് ഒടുക്കി കൊടുക്കണം. അവരൊന്നും ഭരണത്തിൽ ഇനി വരുകയും ചെയ്യണം. എന്താ ഹൈവേ എന്താ പിന്നെ ഭൂമിയിൽ കൂട്ടിയാക്കി കഴിഞ്ഞാൽ എന്താ പോകാൻ കഴിയില്ലേ? ഇനിയിപ്പോൾ ഞാനല്ലോ ഇവിടുന്ന് വീടിൻ്റെ മുറ്റത്തുനിന്ന് ഒരു പൊന്തലായിരിക്കും പൊന്തിയിട്ട് ഞാൻ ഇനി പണി സ്ഥലത്ത് പോയിട്ട് ഇറങ്ങുകയില്ല. 5 കൊല്ലം കൊണ്ട് ഞാൻ പൊന്തുന്ന മിഷൻ മേടിക്കും. 2 കാലിൽ ഓരോ ഷൂ, കൈക്ക് ഓരോ സോക്സ് പോലത്തെ ഒരു സാധനം. സോക്സ് പോലത്തെ അല്ല, ഒരു മറ്റേ ചെറിയ ഗ്യാസിൻ്റെ കുറ്റി പോലത്തെ സാധനം 2 കൈക്കും, പുറത്ത് ഒരു ബാഗ് പോലത്തെ. എന്നിട്ട് ഞാൻ ഇടുന്ന ഒരു പോന്തലായിരിക്കും. പൊന്തിയിട്ട് നേരെ പണി സൈറ്റിൽ പോയി ഇറങ്ങും. ചാടുന്ന് പണി കൊടുത്തിട്ട് പൈസയും മേടിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് വന്നിറങ്ങും. 5 കൊല്ലം കഴിയുള്ളൂ. അന്നേരം കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്യും? മണ്ടന്മാർ. ഞാൻ സുരേഷ് ഗോപനോട് പറയുന്നുണ്ട്, പിന്നെ കേരള നാട്ടിൽ ആ സാധനം കൊണ്ടുവരുമ്പോൾ ഫസ്റ്റ് അനക്ക് തരണം. വേറെ ആർക്കും കൊടുക്കണം, ഫസ്റ്റ് അനക്ക് പോന്തളം. അങ്ങനത്തെ ഇനി ഒരു 5 കൊല്ലം കൂടി കഴിയുന്നു. 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഞാനെല്ലാം പൊന്തിയിട്ട് അങ്ങനെ പറന്നിറങ്ങും. അന്നേരം ഇവരെ ഹൈവേ പണി എവിടെയെത്തും? തീരുക. ജനങ്ങൾക്ക് തോന്നുന്നുണ്ട് തീരും. മണ്ടന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായിനെ പോലത്തെ മണ്ടൻ ഏടിയും ഉണ്ടാവില്ല. പിണറായിൻ്റെ നേതാവാരാന്ന് പറഞ്ഞാൽ പവി, കുലുമാല് പവി. അതറിഞ്ഞിട്ടില്ല, പക്ഷെ അതും കൂടി പറഞ്ഞുതരാം. പണ്ട് പവി കല്യാണം കഴിച്ച് നോക്കുമ്പോൾ ആദ്യ രാത്രി കാളരാത്രിയായി. അങ്ങനെ നക്കി നായിൻ്റെ മോൻ്റെ അവസാനം നക്കിയിട്ട് അവിടെ ക്ഷേത്രത്തിൽ കോമരാ പോയി നായിൻ്റെ മോൻ. എന്നാൽ നായിൻ്റെ മോൻ കുളിച്ചിട്ടില്ല പോണ്ട്. ഞാൻ ആ മയരിനോട് പറഞ്ഞ് അവിടുന്ന് മാറ്. നോക്കുമ്പോൾ ഇപ്പോൾ ക്ഷേത്രവും ഇല്ല, ഒന്നുമില്ല. എന്നാൽ മൈരന്മാർ മൂത്രം ഒഴിച്ചിട്ട് മുഖം കഴുകണ്ടേ നായിൻ്റെ മക്കൾ? മൂത്രം ഒഴിച്ചിട്ട് മുഖം കഴുകിയിട്ട് സോപ്പിട്ട് കുളിക്കണ്ടേ നായിൻ്റെ മക്കൾ? എന്നിട്ട് കുളിക്കുകയും നടക്കുകയും ചെയ്യേണ്ട ആ നാർന്ന് ഇങ്ങോട്ട് പോയിട്ട് അവിടെ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നിന്നിട്ട് അയ്യോ എൻ്റെ അവള് പോയേ നെഞ്ഞത്തടിയും ബൈരപ്പാടും വരും അവിടെ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത്. അങ്ങനത്തെ നാറികളാണ്. നാണക്കേടുണ്ടെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കരുത്. ആണ് പറയുന്ന കേൾക്കേണ്ടി വരും. കോടതിയിൽ നോക്കിയാട്ടെ, പോയിട്ട് നോക്ക് നിങ്ങൾ. കോടതിയിലുള്ള കമ്മ്യൂണിസം തീരുന്നുണ്ടോ? കുടുംബ കോടതി മൊത്തം കമ്മ്യൂണിസല്ലേ. ആടുന്ന് എത്ര നാക്കിയ ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. എന്നാൽ നക്കിയതിനെല്ലാം ഒന്ന് കഴുകാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആരെങ്കിലും? പെണ്ണുങ്ങൾ ഇഷ്ടത്തിന് നിന്ന് നോക്കിക്കോളും. പണ്ട് മൊയിലിയാർ പറഞ്ഞു എന്താണെന്നല്ല, മൊയിലിയാർ പറഞ്ഞ് മക്കളെ നിങ്ങൾ എന്താക്കിയാലും വയ്ക്കില്ല, പെണ്ണുങ്ങളെ മൂലം മാത്രം തൊട്ട് കളിക്കാറ്. അവിടെ തൊട്ട് കഴിഞ്ഞാൽ നാറും. നാക്കി മൂലം നക്കരുത് എന്നാണ് മൊയിലിയാർ പറഞ്ഞത്. എന്താക്കിയാലും വയ്ക്കില്ല. ഒന്നുമില്ലെങ്കിൽ ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ഓരോ വീട്ടിലും ഓരോ പശുവിനെ കൊടുക്കണം. അതാകുമ്പോൾ മൂത്രവും കിട്ടും, ചാണകവും കിട്ടും, പാലും കിട്ടും. അപ്പോൾ എന്തായി? ഒരു വ്യക്തിക്ക് ഒരു ജോലിയുമായി, നല്ല കുടുംബവുമായി. ഏതെങ്കിലും ഉണ്ടാ തന്തൊക്കെ പറഞ്ഞ്? ഞാനല്ലേ അതിന് ഭരിക്കേണ്ടത്.
ശരിക്കും പറഞ്ഞ് കേരളം ഭരിക്കേണ്ട ഞാനൊക്കെയാ, അല്ലാണ്ട് പിണറായി അല്ല. അതാ പറഞ്ഞ് താന്തൊക്കെ പറഞ്ഞോന ഭരണത്തിന് ഇരുത്തണം. കമ്മ്യൂണിസ്റ്റുകാർ പ്രസംഗിക്കുന്നുണ്ട്, നാട്ടിലെ കാര്യം ഒരിക്കലും പറയൂല. പൊതാച്ചേരിയിൽ നടക്കുന്ന യോഗത്തിന് അങ്ങ് ഇംഗ്ലണ്ടിലുള്ള കാര്യം പറയും. അങ്ങനത്തെ പാർട്ടിക്കാരാണ്. അപ്പോൾ പിണറായിൻ്റെ നാട്ടിൽ ഒരു യോഗം നടക്കുന്നുണ്ടെങ്കിലോ ഈ ഭൂമി മലയാളത്തിലുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും പറയുക, ഓ ചന്ദ്രനിൽ എന്ന് പറഞ്ഞങ്ങറ്റാ പറയുക. അങ്ങനത്തെ ബുദ്ധിയുള്ള ആളുകളാണ്. ചന്ദ്രനിൽ നിന്നൊന്നും പറയാൻ പറ്റൂല, ഞാൻ ദൈവാധീനമുള്ളവനാ. സത്യമൊന്നും അവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. എന്ന് നന്നാണ് കേരള നാട്. എന്തായാലും ഞാൻ പറഞ്ഞത് നടക്കും. ഏത് ഹൈവേൻ്റെ പുൾപ്പണി തീരുന്നതിനടുക്ക് ആളുകൾ പൈസ ഇറക്കിയിട്ട് പൊന്തി പറക്കും. എല്ലാം തന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ അത് ഗൾഫ് നാടുകളിലും ആളുകൾ പൊന്തി പറന്ന് പോകുന്നുണ്ട്. ഓരോ വ്യക്തി പൈസയുള്ള നല്ല ക്യാഷുള്ള ആളുകളെല്ലാം കാറിൽ തന്നെ കാറിൽ പൊന്തി പറന്ന് പോകും. കാറിൽ യൂട്യൂബിൽ ഓരോന്ന് കാണുന്നില്ലേ, എന്നാ കാറ്, എന്താ അങ്ങനത്തെ കാലാണ്. അതിനൊന്നും പറ്റൂല, ആ കാറിനൊന്നും പറ്റൂല. പേരച്ചൂട്ടാണ്, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അപ്പോടെ പേരച്ചൂട്ട് പോകുന്നുണ്ട്. ഒന്നല്ല 4 പേരച്ചൂട്ടാണ് പോകുന്നത്. ലാഞ്ചിട്ട് താഴെ വന്നു പോകും. പേരച്ചൂട്ടാകുമ്പോൾ ഏടുന്ന് എങ്ങനെ കൈവിട്ട് പോയാലും പേരച്ചൂട്ട് ഏത് സ്ഥാനത്ത് ഇറക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഇറക്കാൻ കഴിയും. അങ്ങനത്തെ കാലമാണ്. അന്നേരം ഹൈവേൻ്റെ പണിയും കൊണ്ട് പ്രാന്തന്മാർ ലോറി എടുത്ത് മണ്ണും മാന്തി നടക്കുന്നു. അത് മര്യാദയ്ക്ക് ഭൂമിയിലൂട്ടി ആക്കിയിട്ടുണ്ടെങ്കിൽ വിഷമമുണ്ട്. ഇനിയിപ്പം പൈസ ഉള്ളതെല്ലാം പൊന്തി പറക്കാൻ തുടങ്ങും. പൈസ ഇല്ലാതെ എന്നെപ്പോലത്തെ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ട് വീട്ടിൽ ഇത് കാണുന്നില്ല, പൊട്ടിപ്പൊളിഞ്ഞിട്ട് സിമെൻറ്റ് കണ്ട പൊട്ടിപ്പൊളിഞ്ഞിട്ട്. പൈസ ഇല്ലാത്തതുകൊണ്ട് ചെയ്തതാ ഗ്രൗട്ട്. ഇങ്ങനത്തെ ജീവിതം നയിച്ചിട്ട് ആൾ ജീവിക്കും. എന്ത് ചെയ്യാനാ ബാധിക്കണം. കേന്ദ്ര അന്യങ്ങാറ്റാ പൈസ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനെങ്ങാറ്റാ ഭരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫണ്ട് മേടിച്ചിട്ട് ആദ്യം എൻ്റെ പേരിൽ ബാങ്കിലിടും. എന്നിട്ട് ഞാൻ ആലോചിക്കൂ എന്ത് ചെയ്യണോ. അല്ലാണ്ട് ഫണ്ട് കിട്ടുന്ന നിലക്ക് പണിയും ഫണ്ട് പാസ്സായി എന്ന് പറയുമ്പോഴത്തേക്ക് പണി തുടങ്ങിക്കോ. അങ്ങനത്തെ പിണറായി അല്ലേ നായിൻ്റെ മോൻ. മറ്റുള്ള കേരളത്തിന് പുറത്തുള്ള ആളുകൾ എന്ത് ചെയ്യുന്നതെന്ന് കേരളത്തിലുള്ള കൂട്ട് നോക്കേണ്ട കാര്യമേ ഇല്ല. ആ ബുദ്ധി ആ നായിൻ്റെ മുന്നിൽ ഇല്ലാണ്ടായിപ്പോയി, പിണറായിക്ക് ഇല്ലാണ്ടായിപ്പോയി. അതാണ് ഒറ്റത്താന്തൊക്കെ ഓർക്കണം. ഹൈവേ നിലത്തോട്ട് തന്നെ ആക്കിയിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇന്നും വല്ലാണ്ട് ഇടങ്ങാറ് പറയൂലേ. ഹൈവേയും തൊലച്ച് ഭൂമിയാണ് തൊലക്കുന്നു എന്നുള്ള ബോധമില്ല.
ഇപ്പോൾ എല്ലാം യൂട്യൂബിൽ ഓരോ വാർത്തയും കേൾക്കുമ്പോൾ എന്തെന്നാണ് ചൂട് താപനില കൂടുന്നു മറിച്ചെന്ന് പറഞ്ഞിട്ട് ഭൂമീൻ്റെ മറ്റ് അതൊന്നും എനിക്ക് പറയാൻ പാടില്ല, എനിക്ക് മോശം പറയാൻ പാടില്ല, അറ്റത്യ വർത്താനം പറയാൻ പാടില്ല. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നാരായണ ഭൂമീൻ്റെ ചൂട് കൂടുന്നു എന്നാണ്. എന്തെല്ലാം കാര്യം ഞാൻ ഇവിടുന്ന് പറഞ്ഞു. റബ്ബർ പാലോ, റബ്ബർ താറിങ്, റബ്ബറിനെ കൊണ്ട് താറ്, റബ്ബറിനെ മാത്രം കൊണ്ട് റോഡുണ്ടാക്കുക. അതെല്ലാം ജോലി എടുക്കുന്ന കൂട്ടർ അതിൻ്റെ പിന്നാലെ പോകണം. അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് തേങ്ങ പറിക്കാൻ പോകുന്നത് ഞാനെന്ത് ചെയ്യാൻ? അതിന് ജോലി അങ്ങനത്തെ ജോലി പഠിച്ചെടുക്കാനുള്ള താല്പര്യമുള്ളവർ ഇപ്പം കുറച്ച് മുന്നേ നല്ലൊരു കാര്യം അറിഞ്ഞിട്ടുണ്ട്. അതാണ് പഴയ പ്ലാസ്റ്റിക്കിനെ കൊണ്ട് ഒരു കട്ടയുണ്ടാക്കിയിട്ട് വെറും മൊത്തം പ്ലാസ്റ്റിക്കിൻ്റെ വീട്. അത് എവിടെയാണ്? കേരള നാട്ടിൽ എവിടെയോ ഉണ്ട്. അതും യൂട്യൂബ് കണ്ടതാണ് ഞാൻ. നല്ല കിണ്ണം വീട്, തറ മാത്രം കല്ല്, ബാക്കിയെല്ലാം പ്ലാസ്റ്റിക്. അതേ അവസ്ഥ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമൊന്നുമല്ല, വീട് മാത്രമൊന്നുമല്ല, നിലത്ത് നിരത്തേണ്ട കല്ല് വരെ പ്ലാസ്റ്റിക്. വീട് മാത്രമൊന്നുമല്ല. സംശയം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും അന്വേഷിച്ച് നോക്ക്, യൂട്യൂബിൽ അടിച്ചു നോക്കിയത് അപ്പോൾ തിരിയും ഏത് സ്ഥലമാണ്. അന്നേരം ഞാൻ കുറേ കൊല്ലമായി പറഞ്ഞിട്ട് റബ്ബറിൻ്റെ പിന്നാലെ ആരെങ്കിലും പോകും. ഞാൻ തേങ്ങ പറിക്കുന്ന എനിക്ക് റബ്ബറിൻ്റെ പിന്നാലെ പോകാൻ കഴിയും. അത് ആ പണിയെടുക്കുന്ന ഏതോ പണിയില്ലാതെ ആളുകളെല്ലാം അതിൻ്റെ പിന്നാലെ പോകണം. കണ്ടെത്തുമല്ല വേണ്ട. വെറുതെ ഇരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് നാട്ടിൽ വന്ന് പണിയെടുക്കുക, നാട്ടിലുള്ള ഓർഡർ വെറുതെ ഇരുന്ന് നേരം കൂട്ടുക. അതല്ലേ നടക്കുന്നു. ആരോട് പറയാൻ? എന്താ വെച്ചാൽ ജനങ്ങൾ തീരുമാനിച്ചോളൂ. എനിക്ക് കൂടുതലൊന്നും ഞാൻ പറഞ്ഞു, ബാക്കിയെല്ലാം ജനങ്ങളെ കയ്യിൽ. പക്ഷെ സത്യാവസ്ഥ ജനങ്ങളെ നല്ല സത്യാവസ്ഥ ഇങ്ങോട്ട് അറിവിനൊക്കെ കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുട്ട വെച്ച് മറ്റ് വെച്ച് ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നെയ്യ് വെച്ച് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ട, ഇത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നീരാറ്റിയതെന്ന് വെച്ചാൽ അത് കരിന്തുളസി ഇട്ടിട്ട്, വെള്ളത്തുളസിയും കരിന്തുളസിയും ഇട്ടിട്ട് നീരാറ്റിയതാണ്. അത് അങ്ങനെ നീരാറ്റിയിട്ട് ശല്യം ചെയ്യേണ്ട പോടാ. എൻ്റെ മനസ്സാണുങ്ങൾ വന്നിട്ട് ഉൾക്കൊള്ളാൻ നിൽക്കറ മണ്ട. ആ പ്രകാശനം നായിൻ്റെ മരിച്ച നാണുവിനെ ഉൾക്കൊണ്ടിട്ട് വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നായിൻ്റെ മോനെ ഒന്നും ഒരിക്കലും നന്നാക്കാൻ കഴിയില്ലേ. എടാ, എൻ്റെ അച്ഛൻ്റെ ജീവിതം ചവിട്ടി പിടിച്ചിട്ട് അയാൾ ജീവിച്ച് എന്നിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് അയാളെ വിടാണ്ട് അയാൾ ഇങ്ങോട്ട് എൻ്റെ തന്ത തന്നെയാണ് വന്നിട്ട് ഉൾക്കൊള്ളുന്നത്. മുന്നിൽ തന്തയായിരിക്കും, ആ മൈരയും പ്രകാശനാണ് ബേക്കിലുള്ളത്. ഒരാളെ ജീവിതം ഉണ്ടല്ലോ കടന്നു കയറി ചവിട്ടി പിടിച്ചിട്ട് ജീവിച്ച വ്യക്തിയാണ്. ആ വ്യക്തിനെ ഒരിക്കലും നന്നാക്കാൻ കഴിയില്ല. അത് ആ വ്യക്തി ലാസ്റ്റ് മരണത്തിലേ അഭയം തേടും. നോക്കിക്കോ, ഒന്നിക്ക് കെട്ടി തൂങ്ങി ചാവും നായിൻ്റെ മോൻ.
ഇല്ല ജനങ്ങൾ അടിച്ചു കൊല്ലും. ഈ രണ്ടിലൊന്നും നടക്കും. എവിടെയും ഗതി വെച്ചോ. മിക്കവാറും എൻ്റെ കൈ കൊണ്ട് തന്നെ ഇപ്പോൾ തീരാനാണ് സാധ്യത. അമ്മാരി ദോഹ നായിൻ്റെ മോൻ ചെയ്യുന്നു. അവിടെ ക്ഷേത്രം പൊളിച്ച് അടിയും നായിൻ്റെ മോൻ്റെ അവസാന കളി. അവിടെ ആ വ്യക്തിയോട് ഞാൻ നേരിട്ട് പറഞ്ഞ് പവീനെ മാറ്റുന്നു. അന്നേരം ആ പവീനെ മാറ്റുന്നു പറഞ്ഞതിന് ശേഷം പറഞ്ഞ വർത്താനം എന്താണെന്നല്ല, പവി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പവീനെ ദൈവം ശിക്ഷിക്കട്ടത്. അതും എൻ്റെ മുഖത്ത് തന്നെ നോക്കിയിട്ട് പ്രകാശം പറയുന്ന വർത്താനം. അത് ഏത് സമയമാണ്? ക്ഷേത്രം പൊളിച്ച് ചാടിയിട്ട് ക്ഷേത്രം എടുക്കേണ്ട ടൈമും കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് പവിയാണ് പ്രശ്നക്കാരൻ, പവീനെ മാറ്റാൻ ഒരിക്കൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ? അന്നേരം പറഞ്ഞ വർത്താനാണ്. പവി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പവീനെ ദൈവം ശിക്ഷിക്കട്ടത്. കമ്മിറ്റിക്കാരാരാ? കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനത്തെ അല്ലേ അവസ്ഥ? അതല്ല, അങ്ങനത്തെ എല്ലാം വർത്താനം ആളെ മുഖത്ത് നോക്കിയിട്ട് പറയാനുള്ള ചങ്കൂറ്റ ആ വ്യക്തിക്കുണ്ടായല്ലോ. ആ ചങ്കൂറ്റെല്ലാം ജനങ്ങൾ കൊടുക്കുന്ന ചങ്കൂറ്റാണ്. അതൊന്നും അധികകാലം പോവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ സംഗീത കൊണ്ടല്ലേ അമ്മാരി വർത്താനം വരുന്നു. അപ്പോൾ ഇത് നീരാറ്റിയിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ പിന്നെ വെള്ളത്തുളസി ഇട്ടായിരുന്നു ആദ്യം നീരാറ്റി ഞാൻ ഉപയോഗിച്ചത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ച കൂടും. കറുപ്പായാലും വെളുത്തതായാലും പിന്നെ തുളസി നീരാറ്റിയിട്ട്, തുളസി ഇല മാത്രം ഇട്ടിട്ട് നീരാറ്റേണ്ട ആവശ്യമുള്ളൂ. വേറെ ഒന്നും അതിൻ്റെ അകത്ത് വേണ്ട. അന്നേരം കണ്ണിൻ്റെ കാഴ്ച കൂടും. സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. നീരാറ്റിയിട്ട് അത് കറിയിലാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ശരി, വേറെ ഒന്നുമില്ല. ആൾ തീട്ടുന്നത് ഞാൻ തിന്നത് മതിയായി. അവിടെ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് പോയിട്ടല്ല ഞാൻ എന്തെല്ലാം പറഞ്ഞ്. ആരെങ്കിലും കേട്ടിനോളി. ആൾ ജനങ്ങൾ അറിഞ്ഞ് പെരുമാറിയിട്ടുണ്ടെങ്കിലേ രക്ഷയുള്ളൂ. പന്നിയാളെ സ്വഭാവം കൊണ്ട് എൻ്റെ അടുക്ക് ആരും വരാണ്ടെന്നുള്ളൂ. അത്രയും ഞാൻ പറഞ്ഞു. എൻ്റെ അടുക്ക വരുമ്പോൾ ഞാൻ പറയും. വേറെ ഒന്നുമില്ല.